നിങ്ങളെല്ലാവരും വായിക്കണേ. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം ഡെയിലി നിങ്ങൾ വായിക്കുക. 10 മിനിറ്റ് മതി നിങ്ങൾക്ക്. നമുക്ക് കിട്ടിയേക്കുന്നത് ശ്ലോകം 2, അധ്യായം 6, പേജ് നമ്പർ 325. അപ്പോൾ ഇന്ന് ഭഗവാൻ എന്താ നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യം സംന്യാസമിതി പ്രാഹുർയോഗം തം സിദ്ധി പാണ്ഡവ ന ഹ്രംസം ന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. അപ്പോൾ എന്താ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നത് പരിത്യാഗം എന്ന് പറയുന്നതാണ്. പരിത്യാഗമെന്ന് ഇത് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ്? യോഗം തന്നെയാണ്. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം എന്നാൽ ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുക, അതാണ് യോഗം എന്ന് വെച്ചാൽ നമ്മൾ ഭക്തി ഉണ്ടാവുക, ഭഗവാന്റെ അടുത്ത് നിൽക്കുക, ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുക, അതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ പരിത്യാഗം എന്ന് പറഞ്ഞാൽ അത് യോഗം തന്നെയാണ്. അപ്പം യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുക, ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളവർ, നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളവരായിട്ട് ഇരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ കൂടുതൽ ആസക്തി കാണിക്കാതെ, ഒരിക്കലും നമുക്ക് ആസക്തി കാണിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് യോഗിയാകാൻ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ.